نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ 2-3 മാസമായി എല്ലാ ശാഖകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ഫാമിലി മീറ്റുകൾ നടന്നു വരികയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ഈ ക്ലാസ്, ഈ ഫാമിലി മീറ്റ് ഏകദേശം 2-3 ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞു. ഇനി അവസാന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. രാവിലെ മുതൽ ഉപദേശം കേട്ട് നിങ്ങളൊക്കെ അവശതയായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഉച്ചക്ക് ബിരിയാണി തിന്ന് അത് കഴിഞ്ഞൊരു ക്ലാസ് കേട്ട് ഇനിയിപ്പോൾ വീണ്ടും ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങും. അതുകൊണ്ട് ചായ കൊടുക്കണമെന്ന് ഞാനാണ് ഇവരോട് പറഞ്ഞത്. ഇത് എൻ്റെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ടേ ചായ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ആകെ ഉറക്കം തൂങ്ങിയാണ് നിൽക്കണത്. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയണം. അപ്പം ചായ നിങ്ങളിപ്പോൾ കൊടുക്കണം, ഇല്ലെങ്കിൽ അവരിരുന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചായ കിട്ടിയത്. അപ്പോൾ ക്ലാസ് ഏകദേശം ഇന്നൊരൊറ്റ ദിവസം രാവിലെ മുതൽ ഈ സമയമാകുമ്പോഴേക്ക് 3-4 ക്ലാസ്സുകളായി. ഏതായിരുന്നാലും ഇത്രയും നേരം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, നിങ്ങളെ സമ്മതിച്ചേ പറ്റൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഫാമിലി മീറ്റ് സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഒരുമിച്ച് കൂടി അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ കേൾക്കാനായി നല്ല മനസ്സോടെ, ഒരേ മനസ്സോടെ ഈ ഹോളിൽ കുടുംബസഹിതം നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട് ബർസഖിയായ ജീവിതത്തിൽ എത്തിച്ചേർന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അവസാന ക്ലാസ്സിൽ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അവസാനത്തെ ക്ലാസ്സുകളെല്ലാവരെയും ശരിക്ക് പേടിപ്പിച്ച് ആകെ ഇടങ്ങേറാക്കി പിരിഞ്ഞു പോകണമെന്നാണ് ഇതിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അവസാനത്തിലേക്ക് ഇത്തരം ഒരു വിഷയം അവർ മാറ്റിവെച്ചത്. ഏതായിരുന്നാലും നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് വരുമ്പോൾ ഫാമിലി അടക്കം സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മുടെ കുടുംബത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സ്വന്തത്തെ മാത്രമല്ല നിങ്ങളുടെ അഹ്ലുകാരെ, നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക എന്നുള്ള. അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തി അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നാളെ പരലോകത്ത് വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുക. നാളെ പരലോക ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് എന്തിനാണ് അല്ലാഹു വിട്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ജീവിച്ച് ആസ്വദിച്ച് ഇവിടെ അടിച്ചു പൊളിച്ച് തീർക്കാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് അത് സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് പടച്ച തമ്പുരാൻ നമ്മളെ വിട്ടിട്ടുള്ളത്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ മസ്റഅത്തുൽ ലിൽ ആഖിറ. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അഥവാ ഇവിടെ നിങ്ങൾ വിത്തിറക്കിയാൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. ഇവിടെ നമസ്കരിച്ചാൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടും. ഇവിടെ സക്കാത്ത് കൊടുത്താൽ, നോമ്പനുഷ്ഠിച്ചാൽ, ഖുർആൻ ഓതിയാൽ, ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നിങ്ങൾക്ക് കിട്ടും. ആ ജീവിതത്തിലേക്ക് വേണ്ടി പണിയെടുക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങോട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇവിടെ വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. നമ്മുടെയൊക്കെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്, വളരെ ചുരുക്കമാണ്. പ്രവാചകൻ പറഞ്ഞത് അഅ്മാറു മിൻ ഉമ്മത്തി മാ ബൈന 60 ഇല 70. എൻ്റെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 60-70 ഇടയിലാണ്. അതിൻ്റെ മേപ്പോട്ട് കിട്ടിയാൽ അത് ബോണസായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്, ദുനിയാവെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. വളരെ 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 തുച്ഛം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുറ്റത്ത് ഇലന്ത മരത്തിന്റെ വേരിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് കടന്നു വരാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയനീയമായി കിടപ്പ് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കരഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. നോക്കുമ്പോൾ ഉമർ നിന്നിട്ട് കരയാണ്. ചോദിച്ചു, അല്ല ഉമറെ, എന്തിനാണ് ഈ കരയുന്നത്? ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പ്രവാചകരെ, അങ്ങയുടെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, മറ്റു നാട്ടിന്റെ ഭരണാധികാരികൾ, അവർ കൊട്ടാര സുഖങ്ങളിൽ, രാജകീയ സൗകര്യങ്ങളിൽ കഴിയുന്നവരാണ്. എന്റെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇലന്ത മരത്തിന്റെ വേരിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയതാ നബിയെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. ഉമറെ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാ ലീ വലിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറതി റാഹ സുമ്മ തറക്കഹാ. മാ ലീ വലിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉമറെ? ഒരു വഴിയാത്രക്കാരനായ മനുഷ്യനെ പോലെയല്ലാതെ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇസ്തദല്ല തഹ്ത ശജറതി റാഹ സുമ്മ തറക്കഹാ. ആ യാത്രക്കാരനായ മനുഷ്യൻ തന്റെ യാത്രയിൽ തനിക്ക് ക്ഷീണം തോന്നിയപ്പോ ആ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ഒരല്പനേരം അതാ മരത്തിന്റെ തണലിൽ തണലാസ്വദിക്കുകയാണ്. ക്ഷീണം മാറിയപ്പോ തന്റെ യാത്രയുടെ ഭാഗമെന്നോണം ആ മനുഷ്യനതാ വീണ്ടും തുടർന്ന് യാത്ര പോയി എങ്കിൽ ആ യാത്രക്കാരനായ മനുഷ്യൻ ആ മരത്തിന്റെ ചോട്ടിൽ ചിലവഴിച്ച തുച്ഛമായ സമയമുണ്ടല്ലോ, അതുമാത്രമാണ് ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് നമ്മുടെ ദുനിയാവ്. പെട്ടെന്ന് തീരും. ഖുർആന്റെ ഒരു പ്രയോഗം തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ക്ഷണികമായതിനെ, താൽക്കാലികമായ, നൈമിഷികമായ, പെട്ടെന്ന് തീർന്നു പോകുന്ന, വേഗം കാലിയാകുന്ന, ധൃതിയിൽ കടന്നു പോകുന്ന, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. വളരെ 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 കുറച്ചേ ഉള്ളൂ. കുറച്ച് കളി, ചിരി, വിനോദം, അതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഖുർആന്റെ പ്രയോഗം നോക്ക് നിങ്ങൾ. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണേ, മനസ്സിലാക്കണേ, കളിയും വിനോദവും അലങ്കാരവും സ്വത്തിന്റെയും സന്താനങ്ങളുടെയും പേരിൽ പരസ്പരം പെരുപ്പം നടിക്കലും മാത്രമാണ് ദുനിയാവ്. വളരെ കുറച്ചുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. നമ്മൾ പോണം. ഇവിടെ നിന്ന് പോകാതിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയോ? നമ്മൾ എത്ര കെട്ടിപ്പിടിച്ചാലും, എത്ര മാറോട് ചേർത്ത് പിടിച്ചാലും, എത്ര വാരിപ്പുണർന്നാലും നമ്മളെ ഈ ദുനിയാവ് കൈവിട്ട് കളയും. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങളെ പറ്റിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു താൽക്കാലിക ചരക്ക് മാത്രമാണ് ദുനിയാവിന്റെ ജീവിതമെന്നത്. നമ്മളെല്ലാവരും എത്ര ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ആ സമയത്തിയാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. പോകാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കാലകാലം ഇങ്ങനെ ദുനിയാവിൽ ജീവിക്കാന്ന് പറയാൻ എന്തൊരു സുഖല്ലേ. ആരെങ്കിലും ഇവിടുന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും ഇഷ്ടപ്പെടല്ല. അതുകൊണ്ട് രോഗിയാകുമ്പോൾ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ദുആവസിയത്ത് ചെയ്യണം. എന്തിനാണെന്നറിയോ? മരിക്കാതിരിക്കാനാ. മനസ്സിലായില്ലേ? ഡിസ്ചാർജായി വേഗം വീട്ടിലേക്ക് വന്ന് ദുനിയാവിൽ പിന്നെയും കുറെ കാലം ജീവിക്കണമെന്നുള്ള പൂതിയാണ്. പ്രായമേറും തോറും ആ പൂതി കൂടി കൂടി വരും. അപ്പൊ എത്ര നമ്മൾ സ്നേഹിച്ചാലും, നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ ഇവിടുന്ന് പോയേ പറ്റൂ. പോയിരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാരും പോണം. ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയം അതാണ് മരണം, അല്ലേ? ഖുർആൻ പറഞ്ഞെന്താ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ
അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം ഇവിടെ ശാശ്വതനാക്കിയിട്ടില്ല. എന്നിരിക്കെ നബിയെ, താങ്കളും മരിക്കുന്നതാണ്. താങ്കൾ മരിച്ചാൽ ബാക്കിയുള്ള ആളുകൾ അവരിവിടെ നിത്യജീവികളായിരിക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? മരിക്കാത്ത ഒരാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് മരണമില്ല. അല്ലാത്തതെല്ലാം, അള്ളാഹുവിന് പുറമേയുള്ളതെല്ലാം തീരാനുള്ളതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അവളൊക്കെ കേട്ട് 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 തടംബിച്ച വചനാണ്. അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാം തീരും അള്ളാഹുവിന് പുറമെ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കാനുള്ളതാണ്. നിന്റെ റബ്ബിന്റെ വജ്ഹ് ഒഴികെ എല്ലാം തീരും. അള്ളാഹുവിന് പുറമെ മരിക്കാതെ ഇവിടെ ആരെങ്കിലും ജീവിക്കുമായിരുന്നെങ്കിൽ അത് ആരാകണമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണമായിരുന്നു. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം ഇവിടെ ശാശ്വതനാക്കിയിട്ടില്ല. എന്നിരിക്കെ നബിയെ, താങ്കളും മരിക്കുന്നതാണ്. അങ്ങനെ താങ്കൾ മരിച്ചാൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ മരിക്കാതെ ഇവിടെ കാലാകാലം ജീവിക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? ഇല്ല, നമ്മളെല്ലാവരും പോണം. അല്ലെ? എപ്പോഴാ പോവാ നമുക്കറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക എന്ന് നിങ്ങളിൽ ഒരാൾക്കും തന്നെ അറിയാവതല്ല. എപ്പോഴാണ് നമുക്കറിയില്ല. വീട്ടിലാണോ, യാത്രയിലാണോ, ഹോസ്പിറ്റലിലാണോ, ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ, കൂട്ടുകാരുമായി കളിക്കുമ്പോഴാണോ, നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കണ്ടില്ല, 2 ആഴ്ച മുമ്പ് ഓണത്തിന് സ്റ്റേജിൽ കയറി നിന്നിട്ട് ആണും പെണ്ണും എല്ലാം ഒന്നിച്ച് ഓണം മൂട്, ഭയങ്കര ആഘോഷ പരിപാടി അടിച്ചിങ്ങനെ തകർക്കാണ്, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു. സ്റ്റേജുമ്പോൾ കയറിയിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ ഓൻ വിചാരിക്കണ്ട ഞാനിപ്പോ മരിക്കുന്നു. എത്ര സന്തോഷത്തോടു കൂടി ഓരോ ചുവടുകൾ വെച്ച് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സ്റ്റേജിൽ ആണും പെണ്ണല്ല 2 സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഒരു മനുഷ്യനങ്ങ് കുഴഞ്ഞു വീഴാണ്. തീർന്നു, സ്പോട്ടിൽ കാലിയായി. ഇതാണ് മരണം എന്ന് പറയണത്. എങ്ങനെ വരാൻ നമുക്കറിയില്ല. ഡോക്ടർ പറഞ്ഞു അസുഖം കൂടുതലാ, 4 മണിക്ക് എണീറ്റ് നടക്കണം. നടക്കാനിറങ്ങിയ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. പ്രഭാത സവാരിക്കിടെ വണ്ടി ഇടിച്ച് മരിച്ചു. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുഴഞ്ഞു വീണ് മരിച്ചു. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായി കുഴഞ്ഞു വീണ് മരിക്കൽ എത്ര എണ്ണെന്ന് പറയും? എല്ലാം 30-40 അതിന്റെ ഇടയിൽ അതിന്റെ താഴെ പ്രായമുള്ളവരാണ്. മരണം എന്ന് പറയുന്നത് പ്രായ വ്യത്യാസമില്ല. മരണത്തിന് പ്രായ വ്യത്യാസമില്ല. അതെപ്പോ വേണമെങ്കിലും നമ്മളിലേക്ക് കടന്നു വരാൻ. അത് നമ്മൾ എത്ര തന്നെ ബോഡി ഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആരോഗ്യവാനാണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ ജഗജില്ലനാണെങ്കിലും ശരി. നമ്മൾ കേട്ടില്ലേ, ഫുട്ബോൾ കളിക്കാരൻ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്രൗണ്ടിൽ തലകറങ്ങി വീണ് മരിച്ചു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ലേ, 18, 20, 22 വയസ്സുള്ള ചെക്കന്മാര് ഒരു പന്തിന്റെ പിന്നാലെ കടന്ന് മരണപ്പാച്ചിലാണ് അവർ പായണത്. നമ്മൾ ഓടിയെത്തൂല. അതിനിടയിൽ അവർ തീരെ. മരണത്തിന് പ്രായ വ്യത്യാസമൊന്നുമില്ല, ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എപ്പോഴാ മരിക്ക, എങ്ങനെ മരിക്കാന്നറിയില്ല. മുറ്റത്ത് അലക്കിക്കൊണ്ടിരുന്നതാ, വീട്ടുമുറ്റത്ത് അലക്കിക്കൊണ്ടിരുന്ന പെണ്ണ് അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് തേങ്ങ തലയിൽ വീണിട്ട് മരിച്ചു. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വാർത്ത വായിച്ചതാണ്. പ്ലാവിന്റെ ചില്ല വെട്ടിയപ്പോ തെങ്ങ് വീണ് മരിച്ചു എന്ന്. ഞാൻ ചെയ്ത പ്ലാവ് മുറിച്ചപ്പോ തെങ്ങ് വീണ് മരിക്കണം എങ്ങനെ? ഹെഡിങ് വായിച്ചപ്പോഴേ ഞാനിങ്ങനെ കൺഫ്യൂഷനായി. പ്ലാവ് മുറിച്ചപ്പോ തെങ്ങ് വീണ് മരിച്ചു എന്ന്. അപ്പൊ എന്താ, പ്ലാവിന്റെ വലിയ ചില്ലയാണ്, അതിങ്ങനെ മുറിച്ചപ്പോ അത് കൈവിട്ടുപോയി, അവരുടെ പിടുത്തത്തിൽ നിന്നില്ല. അതിങ്ങനെ ആ ചില്ല വന്ന് നേരെ തെങ്ങിനടിച്ചു. ആ തെങ്ങ് മറിഞ്ഞ് അവിടെ നിന്ന് ആള് മരിച്ചു. അപ്പൊ ഏത് കോലത്തിൽ എപ്പോഴാ എങ്ങനെ എവിടേക്കാ വരാ നമുക്കറിയില്ല. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ടെന്നറിയോ? ഇദാ അറാദല്ലാഹു ഖബ്ല റൂഹ അബ്ദിൻ ഫിൽ അർദി ജഅല ലഹു ഇലൈഹാ ഹാജതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ ഉദ്ദേശിച്ചാൽ, എവിടെ വെച്ചാണോ അവനെ മരിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചത്, ആ സ്ഥലത്തേക്ക്, ആ നാട്ടിലേക്ക്, ആ സ്പോട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ആവശ്യാർത്ഥം അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അവിടെ എത്തിക്കുന്നു, അവിടുന്ന് മരിപ്പിക്കുന്നു.
ഇപ്പൊ പരപ്പനങ്ങാടിയിലുള്ള ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെങ്കിലും മരണം തീരുമാനിച്ചത് കോഴിക്കോട്ട് വെച്ചിട്ടാന്ന് വിചാരിക്കാം, കോഴിക്കോട് വെച്ചാന്ന് വിചാരിക്കാം. ആ മരണത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാക്കി തരും. അങ്ങനെ ആ ആവശ്യാർത്ഥം നമ്മൾ അങ്ങോട്ട് യാത്ര പോകും. അങ്ങനെ എവിടെയാണോ നമ്മുടെ മരണം നിശ്ചയിച്ചത് ആ സ്പോട്ടിലേക്ക് അള്ളാഹു ഒരു ആവശ്യം ഉണ്ടാക്കി തരുന്നു. ഈ ആവശ്യാർത്ഥം മനുഷ്യന് യാത്ര ചെയ്യുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് അവിടെ വന്നിട്ട് നമ്മളെ പിടിക്കുന്നു. ഇതാണ് സിസ്റ്റം. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും. നബിയെ പറയണം, ഓതിക്കൊടുക്കണം, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത്, നിങ്ങളെ പരിപൂർണമായും ഏറ്റെടുക്കുന്നതാണ്, മരിപ്പിക്കുന്നതാണ്. ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിത്തൂൻ. അങ്ങനെ അതാ നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ നമ്മുടെ ദൂതന്മാർ നിങ്ങളെ പിടികൂടുന്നതാണ്. അവരാകട്ടെ അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നതല്ല. ആ സമയമാവുമ്പോ അവര് വരും, നിങ്ങളെ കൊണ്ടുപോകും. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരപ്പെടുന്നതാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. തീർച്ചയായും നാം നിങ്ങൾക്കിടയിൽ മരണത്തെ നിർണയം ചെയ്തു വച്ചിരിക്കുകയാണ്. അതിനെ ചാടിക്കടക്കാൻ, മുൻകടക്കാൻ, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര അനുയായികളുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ജനസമ്മതി ഉണ്ടെങ്കിലും, ജനസ്വാധീനമുണ്ടെങ്കിലും, എത്ര അറിയപ്പെട്ട ആളാണെങ്കിലും ശരി, മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ നിർണയം ചെയ്തു വച്ചിരിക്കാൻ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ആ വിഷയത്തിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഖുൽ, നബിയെ പറയണം, ഓതിക്കൊടുക്കണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ മരണം അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്ന. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പോലുള്ള ഗ്യാപ്പ് ഉണ്ടാവൂല. അത് നിങ്ങൾ എവിടെ പോയിരുന്നാലും, ഖുർആൻ പറഞ്ഞത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങൾ എവിടെയായിരുന്നാലും, അഥവാ നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട നിങ്ങളുടെ മണിമാളികകളുടെ കോട്ടകൊച്ചലങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും ശരി, മരണം അവിടെ വന്ന് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. എവിടെയായാലും സമയത്തിയ ഒരു സെക്കൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിഞ്ചിപ്പിക്കൂല. അപ്പോ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുമ്പോ, പടച്ചോനെ ഞാൻ നന്നാവാ, എനിക്ക് കുറച്ച് സമയം എന്താ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒറ്റ ചാൻസേ ഉള്ളൂ, ഒരേ ഒരു ലൈഫ്. അതിനുമുമ്പ് നന്നാവണം. അല്ലാതെ ഇവിടെ എന്റെ ഇഷ്ടം, മൈ ലൈഫ് മൈ റൂൾസ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന് ധിക്കാരം കാണിച്ചുകൊണ്ട്, തന്റേതായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ദുനിയാവിൽ അടിച്ച് തിമിർത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി പടച്ചോൻ ഇങ്ങോട്ട് വിട്ടതല്ല നമ്മളെ. എന്തിനാ അല്ലാഹു ഇങ്ങോട്ട് വിട്ടത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്ന് വർഗത്തെയോ മനുഷ്യ വിഭാഗത്തെയോ നാം പടച്ചിട്ടില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത്, അവന് വഴിപ്പെട്ട്, അവനെ അനുസരിച്ച്, അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ മാനിച്ച് നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ അള്ളാഹ് ഇങ്ങോട്ട് വിട്ടത്. അല്ലാണ്ട് തോന്നിയ പോലെ ഒരു നേരം പോക്കിന് വേണ്ടി പടച്ചോൻ ഇങ്ങോട്ട് വിട്ടതല്ല. അതാ ഖുർആൻ ചോദിച്ചത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുവോ തീർച്ചയായും നാം നിങ്ങളെ വെറുതെ പടച്ചു എന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? ഖുർആന്റെ എത്ര കൃത്യമായ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ പടച്ചു വിട്ടു നിങ്ങൾ വിചാരിച്ചത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. അബസ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിന് നൽകിയ വ്യാഖ്യാനം എന്താ? അൽ ഇഹ്മാലു കമാ ഖുലിഖത്തിൽ ബഹായിം ലാ സവാബ വലാ ഇഖാബ ഫീ ഖൈരിഹി വശദ്ദിഹി. നാൽക്കാലികളെ പടച്ചതുപോലെ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? ആ നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവിതത്തിൽ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ ആളില്ല.
ഒരു പോത്ത് വന്ന് അന്യന്റെ പറമ്പിൽ കയറി കൃഷിയെല്ലാം തിന്ന് നശിപ്പിച്ചാൽ ആ പോത്തിന്റെ മേൽ അതൊരു പാപമായി, കുറ്റമായി, ശിക്ഷയായി രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതിന്റെ ജീവിതത്തിൽ ഹറാമും ഹലാലുമില്ല. അതുങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മകളില്ല. ഇതുപോലെയാണോ മനുഷ്യരെ നിങ്ങളുടെ ജീവിതം എന്നാണോ നിങ്ങൾ കരുതിയത്? ആണോ? അല്ല. നമ്മുടെ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളിപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ ചെല്ലുമ്പോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ക്യാമറ കാണുമ്പോ നമ്മളൊന്നും മൊഞ്ചാവും അല്ലേ? ഖുർആൻ പറയാ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ ചില എഴുത്തുകാരുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നാം പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. എല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കണം, ഒന്നും വിട്ടുപോണില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും നിന്റെ റബ്ബ് നിന്നെ പതിയിരുന്ന് വീക്ഷിക്കുന്നവനാണ്. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്നവർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം ഏതൊരു മനുഷ്യന്റെ അടുക്കലും റഖീബും അതീദും ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരു ഖൗല് പോലും ഉരിയാടാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. നമ്മുടെ വാക്കും പ്രവൃത്തിയും നോട്ടും എല്ലാം 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 ക്യാമറയെ വെല്ലുന്ന സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു തആല ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നു. ഒന്നും വിട്ടൂല. നമ്മളെന്താ വിചാരിച്ചത്? കുറെ അങ്ങ് പോകുന്നതാണോ? ഇല്ല. ഖുർആൻ പറഞ്ഞെന്താ? വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നിന്റെ റബ്ബിങ്കൽ നിന്ന് വിട്ടുപോകില്ല, മറഞ്ഞു പോകില്ല. ഒരു കടുക് മണിയുടെ അത്രമാത്രം നിസ്സാരമായ സംഗതിയാകട്ടെ, ആ കടുക് മണിയേക്കാൾ ചെറുതാകട്ടെ, അതിനേക്കാൾ വലുതാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെടാതെ ഇല്ല. ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം. മോനോട് പറയാ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ, നിശ്ചയമായും കാര്യം, ഇൻ തകു, അതായിരുന്നാൽ, മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുക് മണിയുടെ തൂക്കം, അത്രമാത്രം നിസ്സാരമായ സംഗതിയാകട്ടെ, ഫതകുൻ ഫീ സുഹറ, എന്നിട്ട് ആ കടുക് മണിയേക്കാൾ നിസ്സാരമായ സംഗതി ഒരു പാറയുടെ ഉള്ളിലോ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയിക്കൊള്ളട്ടെ, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മളെ ഫോണിൽ നിന്നൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി. മൂപ്പര് വീട്ടിലേക്ക് വന്നപ്പോ അല്ലേ ഹസ്ബൻഡ് കാണാതിരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മളെല്ലാം ഓക്കെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഹസ്ബൻഡ് ഭാര്യ ഫോൺ ചെക്ക് ചെയ്താലെന്ന് ഒരു ചെക്ക് ഡിലീറ്റ് ആക്കിയിട്ടൊക്കെ വീഡിയോ ആരും അറിഞ്ഞില്ല, ഭാര്യ ഒന്നും പറഞ്ഞില്ല, നമ്മ ഒന്നും അറിയാത്ത പോലെ അല്ലേ. എന്നാലോചിച്ചേ, നമ്മുടെയൊക്കെ രഹസ്യ ജീവിതം അല്ലേ. നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു എന്ന് വരിക. 2 ദിവസം നമ്മളെ ഫോണ് നമ്മളെ വീട്ടിൽ പെട്ടോ, ഈ ഭാര്യന്റെ കയ്യിലാണെങ്കിലോ കുടുങ്ങിയില്ലേ നമ്മള് ഇല്ലേ. അപ്പൊ നമ്മുടെ സകലതും അവരറിഞ്ഞു. പല കുടുംബങ്ങളും തകരും. എന്തൊരവസ്ഥയാണല്ലേ നമ്മൾ ആരെയും പറ്റിക്കണത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയാൻ കഴിവുള്ള റബ്ബ്. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിൻ. നിങ്ങൾ രഹസ്യാക്കുന്നതും പരസ്യാക്കുന്നതും കൃത്യമായി അറിയാൻ കഴിവുള്ള റബ്ബ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. നിങ്ങളുടെ രഹസ്യങ്ങളും ഗൂഢതന്ത്രങ്ങളും അറിയാൻ കഴിവുള്ളവനായ റബ്ബ്.
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവനായ റബ്ബ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, നിങ്ങളുടെ മനസ്സുകൾ നടത്തുന്ന മന്ത്രം വരെ അറിയുന്ന റബ്ബ്. യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന സകല രഹസ്യങ്ങളും അറിയുന്ന റബ്ബ്. ഈ പടച്ചോനെ പറ്റിക്കാൻ നമ്മളെ കൊണ്ട് കജൂല. അന്ന് നന്നാവണം. മരണത്തിന് മുമ്പ് നമ്മൾ നന്നാവണം. ഇവിടെ വെച്ച് നമ്മൾ നന്നാവണം. കുറെ കൂടി കഴിയട്ടെ, വയസ്സാവട്ടെ, വയസ്സാം കാലത്ത് ഒരു ഹജ്ജ് ചെയ്താൽ മതി, കഴിച്ചിലാവാ എന്ന് വിചാരിക്കണ്ട. അതിനു മുമ്പ് നമ്മൾ തട്ടിപ്പോയ എന്ത് ചെയ്യും? അപ്പൊ ഏത് സമയത്തും നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കണം. ഏത് സമയത്തും, മനസ്സിലായി? എപ്പോ മലക്കുൽ മൗത്ത് വന്നാലും പോകാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. മൗത്തിനൊരുക്കം വാജിബാണെന്നറിയാണ്, അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. എപ്പോഴും നമ്മൾ പോകാനായി ഒരുങ്ങിയിരിക്കാം. എങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവരാരോ, അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? പോരാ. സുമ്മസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്ത് വേണം. അതനുസരിച്ച് ചൊവ്വായി നിലകൊള്ളണം. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാ. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ എവിടെയെങ്കിലും ഓടിപ്പോവാ, ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് നേർച്ചേക്ക, അവിടെ നിന്ന് ഏലസ് കൊണ്ടുവന്നിട്ട് കെട്ടിവെക്ക, അവിടെ നിന്ന് തകിട് കൊണ്ടുവന്നിട്ട് കുഴിച്ചിട. അവൻ റബ്ബ് അല്ലാണെന്ന് പറഞ്ഞു, പക്ഷെ കാര്യമുണ്ടോ? ഇസ്തിഖാമത്തില്ലാണ്ട് പോയി. അതനുസരിച്ച് അവൻ ചൊവ്വായി നിലകൊള്ളണം. അഥവാ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിനെ മാത്രം വിളിക്കുന്നവനായി തീരണം. എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, അത് കണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന സന്തോഷ വാർത്തയുമായി മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് വരികയാണ്. ആരുടെ അടുക്കൽ? ജീവിതത്തിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച മനുഷ്യനായിരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവനാണോ, ഈ ഒരു സന്തോഷ വാർത്ത മരണത്തിന്റെ സമയത്ത് അവനുണ്ടാവൂല, ഈ ഒരു സുഖം അവനുണ്ടാവില്ല. മലക്കുകൾ സന്തോഷ വാർത്തയുമായി വരുന്നത് നല്ല ആളുകളുടെ അടുക്കലാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. നിങ്ങൾ നല്ല ആളുകളായിരിക്കെ നമ്മുടെ ദൂതന്മാർ നിങ്ങളെ മരിപ്പിക്കാൻ വരുമ്പോൾ അവർ സലാനൊക്കെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനവുമായിട്ടായിരിക്കും നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരിക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഉഖ്രിജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. മലക്കുകൾ വരെയാണ്. നിങ്ങളെ എങ്ങനെയാണ് അവർ വരുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഉഖ്രിജി, നീങ്ങ് പുറപ്പെടുക, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും പൊരുത്തത്തിലേക്കും പുറപ്പെട്ടുകൊള്ളുക എന്ന് മലക്കുകൾ വന്ന് പറയുമ്പോ പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് പുറത്തേക്ക് വരുമ്പോ ആ വിശ്വാസികളായ മനുഷ്യരുടെ ആത്മാക്കളെ അള്ളാഹുവിന്റെ ഖുർആൻ അതാ സ്വാഗതം ചെയ്യുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇതൊക്കെ ആർക്കാന്നറിയോ? നല്ല മനുഷ്യന്മാർക്ക്. അപ്പൊ നമുക്കാണോ? അല്ല. പിന്നെ ആർക്കാ? നല്ല ഈമാനുള്ള, അള്ളാനെ പേടിയുള്ള, ദുനിയാവിൽ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ അടുക്കൽ മലക്കുകൾ വന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും. അക്രമികളായ ആളുകളുണ്ട്, അവരെ മരിപ്പിക്കാൻ വേണ്ടി വരുമ്പോ മലക്കുകളെ ചോദിക്കാണ്, ഖാലൂ ഫീമ കുൻതും, എന്താ നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ എന്തിലാണ് നിലകൊണ്ടിരുന്നത്? ഏത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? ഏത് കോലത്തിലാണ് നിങ്ങൾ ഇവിടെ ജീവിച്ചു പോയത്? ആ സമയത്ത് ഖാലൂ, അവരതാ മറുപടി പറയുകയാണ്, കുന്നാ മുസ്തദാഫീന ഫിൽ അർദി,
ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു. ഇങ്ങനെ ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് മലക്കളുടെ മുന്നിൽ രക്ഷപ്പെടാനൊക്കെ അവർ ശ്രമിക്കുമ്പോൾ മലക്കൾ ചോദിക്കും, ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിയ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് പലായനം ചെയ്യാമായിരുന്നില്ലേ? മലക്കൾ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട്. ഹത്താ ഇദാ ജാഅത്തുഹും റസൂലുനാ യതവഫൗനഹും ഖാലു അയ്നമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്. വല്ലാത്തൊരു ചോദ്യമാണത്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചവരൊക്കെ അവിടെ പോയി? മരിപ്പിക്കാൻ നേരത്തെ മലക്കൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചവരാണ്, മഹാന്മാരോട് സങ്കടം പറഞ്ഞവരാണ്, ബദരീങ്ങളുടെ പേരിൽ നേർച്ചകൾ അർപ്പിച്ചവരാണ്, കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ തേടിപ്പോയവരാണ്. മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുകയാണ്, ഖാലൂ അയ്നമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ വിളിച്ചവരൊക്കെ എവിടെ പോയടോ? മലക്കളുടെ ചോദ്യം. ഖാലു, അവർ പറയും, ദല്ലു അന്നാ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ ഉഖ്രിജി ഇലാ സുഖ്തിൻ മിനല്ലാഹ്, ഹേ മ്ലേച്ഛമായ ആത്മാവേ, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ഇങ്ങ് പുറപ്പെടുക എന്ന് പറയുമ്പോ പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല. മലക്കുകൾ അവരുടെ ആത്മാവിനെ ഒരു മുള്ളുവേലിയിൽ നിന്ന് നനഞ്ഞ പുതപ്പ് എപ്രകാരമാണോ വലിച്ചെടുക്കുന്നത്, അത്രയും പ്രയാസപ്പെടുത്തി അതിങ്ങനെ വലിച്ച് അവരുടെ ആത്മാവിനെ വലിച്ചെടുക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, നിഷേധികളായ ആളുകളെ അള്ളാഹുവിന്റെ മാലാകമാർ മരിപ്പിക്കുന്ന ആ രംഗം നീയൊന്ന് കണ്ടിരുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു രംഗമാണ്, കണ്ടാൽ നിനക്ക് താങ്ങാൻ കഴിയില്ല. മലക്കുകൾ അവരെ അടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. എവിടെയാണ് അടിക്കുന്നത്? യദ്രിബൂന വുജൂഹഹും, അവരുടെ മുഖം പൊത്തിയിട്ടടിക്കുക, കരണം നോക്കിയിട്ടാ പൊട്ടിക്ക, അവരുടെ മുഖത്തടിക്കും, അവരുടെ പാർശ്വങ്ങളിൽ ശരീരഭാഗങ്ങളിലെല്ലാം അടിച്ചടിച്ചടിച്ചടിച്ചായിരിക്കും മലക്കുകൾ അവർ റൂഹിനെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ തീരുമാനിക്കണം എങ്ങനെ മരിക്കണം എന്നുള്ളത്, എങ്ങനെ മരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണേ, സൂക്ഷിക്കേണ്ട മുറപ്രകാരം തന്നെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരിട്ടിട്ട് മരിക്കണം എന്നല്ല, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ സാധിക്കണം, സന്തോഷവാനായി മരിക്കാൻ സാധിക്കണം. ഏതുപോലെ വലദത്ക ഉമ്മുക ബകിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ ഫഅമൽ ലിയൗമിൻ അൻ തകൂന ഇദാ ബകൗ ഫീ യൗമി മൗതിക ളാഹികം മസ്റൂറ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന നേരത്ത് നീ കരയുന്നവനാണ്. ഭൂമിയിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ ഈ കരയാ. എന്നാൽ നിന്റെ ചുറ്റുമിരിക്കുന്ന ആളുകൾ, നിന്റെ കുടുംബക്കാര്, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ സഹോദരങ്ങൾ, അവരെല്ലാവരും ചിരിക്കുകയാണ്. കാരണം എന്താ? ഒരു കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ അവരെല്ലാവരും ചിരിക്കുകയാണ്. നീ കരയുമ്പോ അവരെല്ലാവരും ചിരിക്കുകയാണ്. എന്നാൽ ഈ ചിരിച്ചവരൊക്കെ കരയുന്നൊരു ദിവസം വരാനുണ്ട് കേട്ടോ. അതേതാണ്? നിന്റെ മരണമാണ്, നിന്റെ വേർപാടാണ്. ആ സമയത്ത് അവരെല്ലാവരും കരയുമ്പോ ചിരിക്കുന്നവനായി മരിക്കാൻ നീ പരിശ്രമിക്കണേ. നന്മകൾ വാരിക്കൂട്ടി നന്മയുടെ കൂമ്പാരവുമായിട്ട് ഇവിടുന്ന് പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ എന്തുണ്ടാക്കി? നമുക്ക് വയസ്സെത്രയായി, എത്ര കൊല്ലായി ഭൂമിയിൽ നമ്മൾ ജീവിക്കണു? നമുക്ക് എന്തുണ്ട്? 5 സെന്റ് സ്ഥലമുണ്ട്, 2 നല്ല വീടുണ്ട്, 2 കാറുണ്ട്, 2 സ്കൂട്ടറും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നിന്റെ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നീ നടത്തിയത്, എന്താണ് നീ ചെയ്തു വെച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. നമ്മൾ ശരിക്കൊന്ന് വീട്ടിൽ പോയിട്ട് മലന്ന് കിടന്നിട്ട് ആലോചിക്കാം, പടച്ചോനെ, ഞാൻ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എന്തുകൊണ്ടോ? ഏക്കറണിക്കിന് പറമ്പുണ്ട്, കൊണ്ടുപോകാൻ പറ്റോ? സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫാന, അത് മാത്രമല്ല അതിലെപ്പോഴും വഹദാന,
ഏതൊരാൾക്കും തന്റെ സമ്പത്തിൽ നിന്ന് അവനെ പൊതിയാനുള്ള കഫൻ തുണിയല്ലാതെ വേറെ ഒന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. വേറെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലേ? നമ്മൾ ഇട്ടതും ധരിച്ചതും നമ്മൾ ആ ഷെൽഫിൽ വെച്ചതും നമ്മൾ ലോക്കറിൽ വെച്ചതും നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതും ഒന്നും നമ്മുടെ കൂടെ വരാനില്ല. നമ്മൾ ചെയ്തു വെച്ച അമലല്ലാതെ വേറൊന്നും വരാനില്ല. അവന്റെ അമൽ മാത്രമാണ് അവന്റെ കൂടെ ബാക്കിയാവുക. അപ്പൊ അമല് വേണം. ഇവിടുന്ന് പോകുമ്പോ അമല് കൊണ്ടുപോകാൻ സാധിക്കണം. ഇല്ലെങ്കിലോ മലക്കുകൾ വരുമ്പോ പറയുമെന്ത്? റൂഹിനെ പിടിക്കാൻ വരുമ്പോ അവനതാ കെഞ്ചുകയാണ്, കേഴുകയാണ്. ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരണേ. എന്തിനാണ് അവൻ ചോദിക്കുന്നത്? വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചുപോയി ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല. റബ്ബേ എന്നെ നീ ഒന്ന് മടക്കി തരണേ അല്ലാ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഇതുവരെ വിട്ടുകളഞ്ഞ, ഉപേക്ഷിച്ചു കളഞ്ഞ, ചെയ്യാതിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് റബ്ബേ. കുറച്ച് സമയം എന്താ അല്ലാ, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബേ അടുത്തൊരു അവധി വരേക്കും നീ എന്നെ പിന്തിപ്പിക്കാത്തത് എന്താ? ഞാൻ സ്വതക്ക കൊടുക്കാം, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം, ഒക്കെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അല്ലാഹ് പറയും വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ക്ലോസ്. ഒരു സെക്കൻഡ് സമയം അല്ലാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുന്നതല്ല. ഒരാൾക്കും അല്ലാഹു കൊടുക്കൂല. അവന്റെ സമയത്തിയാൽ സീല് വെക്കാൻ അവനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അവന്റെ ദുനിയാവിലെ അവന്റെ എല്ലാ അഹങ്കാരവും അവന്റെ നാട്യവും എല്ലാം തീർന്നു. എത്ര പൊങ്ങച്ചെന്നടിച്ചവനാണെങ്കിലും ഖുർആൻ പറഞ്ഞല്ലോ അതിന്റെയൊക്കെ പരിധിയാണ് മരണം. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുപ്പം നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. നിങ്ങളെ എത്ര തന്നെ പൊങ്ങച്ചെന്നടിച്ചാലും അതിന്റെ എല്ലാത്തിന്റെയും പരിധി ഏതാണ്? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളുടെ കുഴിമാടം സന്ദർശിക്കുന്നവരെ, അത് മരിക്കുന്നത് വരെ, ഖബർ വരെ. അതിന്റെ അപ്പുറത്തേക്കില്ല. തീർന്നു. ഇതുവരെ ഉള്ള ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞു. കുളിപ്പിച്ച് പൊതിഞ്ഞ് ചുമന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. അല്ലേ? ആരും വെച്ചിരിക്കൂല, ചീയും, ചീഞ്ഞ് നാറും. അല്ലേ? ആരെങ്കിലും കാത്തിരിക്കോ? വെച്ചിരിക്കോ? ഇല്ല. കുളിപ്പിച്ച് റെഡിയാക്കി പാർസലാക്കാനേ നോക്കുള്ളൂ. അസ്രിഉ ബിൽ ജനാസ, ജനാസയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം. ഫൈൻ തകു സ്വാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ വൈൻ യകു സിവാ ദാലിക ഫശറുൻ തദഊനഹു അൻ റിഖാബികും. അത് സ്വാലിഹായ മയ്യിത്താണെങ്കിൽ അതിന്റെ നന്മയിലേക്ക്, അതിന്റെ ഖബറിലേക്ക് വേഗത്തിക്കുക. ഇനി സ്വാലിഹല്ലാത്ത മയ്യിത്താണെങ്കിൽ തന്നെ ആ ഷർറിനെ നിങ്ങളുടെ പിരടി നിങ്ങൾ ഒഴിവാക്കി കളാന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാവരും കുളിപ്പിച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇദാ വുദിഅത്തിൽ ജനാസ, ജനാസ വെക്കപ്പെട്ടാൽ ഫഹ്തമലക റിജാലു അലാ അനാഖിഹിം, പുരുഷന്മാരായ ആളുകളതാ ആ മയ്യിത്തിനെ തങ്ങളുടെ പിരടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആ മയ്യിത്ത് വഹിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നടന്നു നീങ്ങുമ്പോ അത് സ്വാലിഹായ മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് ഇങ്ങനെ പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെയും കൊണ്ട് എത്രയും വേഗം നിങ്ങൾ മുന്നിടണേ, എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ എന്റെ ഖബറിങ്കലേക്ക് എത്രയും വേഗം നിങ്ങൾ എത്തിക്കണേ. വൈൻ കഹാനത്തു ഗൈറു സ്വാലിഹ, അത് സ്വാലിഹല്ലാത്ത മയ്യിത്താണെങ്കിൽ ലിഅഹ്ലിഹാ, ആ മയ്യിത്തിന്റെ ആളുകളോട് ആ സ്വാലിഹല്ലാത്ത മയ്യിത്ത് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, യാ വൈലഹാ, എന്ത് നാശമാണ് നിങ്ങളെല്ലാവരും കൂടി ഈ കാണിച്ചു കൂട്ടുന്നത്. ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്. അഖിറൂനി അഖിറൂനി, എന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിപ്പിക്കാൻ എന്നെ കൊണ്ടുപോകല്ലേ. വാവിട്ട് കരയാണ് സ്വാലിഹല്ലാത്ത മയ്യിത്ത്. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ വലൗ സമിഅൽ ഇൻസാനു ലസൈഖ. മയ്യത്തിന്റെ കരച്ചിലങ്ങാനും മനുഷ്യ ഈ കേട്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ ബോധം കെട്ട് വീണുപോകുന്ന ഒരു മയ്യത്തും ചുമന്ന് പള്ളിപ്പറമ്പിലേക്ക് പോകാൻ, ആ മയ്യത്തിന്റെ മേൽ നമസ്കാരം നിർവഹിക്കാൻ, ആ മയ്യത്തിനെ അതിന്റെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ലോകത്ത് ധൈര്യമുള്ള ഒരു മനുഷ്യനും ഉണ്ടാവില്ലായിരുന്നു. അതിനു മുമ്പ് അവൻ ബോധം കെട്ട് വീഴും. അത്രമാത്രം ഭയാനകമായ കരച്ചിലാണ് സ്വാലിഹല്ലാത്ത മയ്യിത്ത് ആ സന്തൂക്കിൽ, ആ മയ്യിത്ത് കട്ടിലിൽ കിടന്ന് കരയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മരിച്ചു പോകുമ്പോ എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് പറയുന്ന സ്വാലിഹായ മയ്യിത്തായി തീരണോ,
അതാ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് വാവിട്ട് നിലവിളിക്കുന്ന സ്വാലിഹല്ലാത്ത മയ്യിത്തായി തീരണോ? നമ്മളാ തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. കൊണ്ടുപോയി അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറക്കി വെച്ച് പലക വിരിച്ച് മണ്ണക്കെട്ട് മൂടി കുറച്ചേരം എല്ലാവരും തസ്ബീഹ് ചൊല്ലും. നേരം വെളുക്കണവരെ ആരെങ്കിലും ചൊല്ലോ? ഇല്ല. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സ്വാൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. കുറച്ചേരം ചൊല്ലി എല്ലാവരും പോരും അല്ലേ? പിന്നെ അവിടെ മലക്കുകൾ വരെ ചോദ്യം ചെയ്യാൻ. ഒന്നാമത്തെ ചോദ്യം തന്നെ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ദുനിയാവിന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആ റബ്ബിനോട് മാത്രം ദുആയിരന്ന് ജീവിച്ചവനാണോ? ഖബറിൽ അതാ മലക്കുകളുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ മറുപടി പറയുകയാണ്, അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണ്. അല്ലല്ലാത്തവരോട് തേടുന്ന മനുഷ്യന്മാർക്ക് മറുപടി പറയാൻ കഴിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഖബറിൽ കിടന്നവൻ വിലപിക്കേണ്ടി വരികയാണ്. രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ ചോദ്യം വമാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്നാണ്. അൽ ഇസ്ലാമു ദീനി, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാം അനുസരിച്ച് നീ ജീവിക്കുന്നവനായിരിക്കണം. എത്ര കാലം നമ്മൾ അവിടെ കിടക്കണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകാവസാനം വരെ കിടന്നാൽ പോരാ, അതിന്റെ അപ്പുറം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ നമ്മൾ കിടക്കേണ്ട വീടല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലുള്ള മനുഷ്യന്മാരൊക്കെ എവിടെ? ഖബറിലാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ എത്ര ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് വല്ലാതെ പൂതി വെച്ച് നമ്മളൊരു വീടുണ്ടാക്കണേ. നമ്മൾ വീടുണ്ടാക്കി തരുമ്പോൾ ഏകദേശം നമുക്ക് 35-40 വയസ്സ് പ്രായമുണ്ടാവും. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അല്ലേ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ കടം വാങ്ങി കൂട്ടിപ്പിടിച്ച് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി അതിന് സമാധാനമായിട്ടൊന്ന് തല ചായ്ക്കണമെങ്കിൽ ഏകദേശം 10-40 വയസ്സാവും. കടമൊക്കെ തീരുന്ന ചിലപ്പോൾ അതിലും കൂടുതലാവും. നമ്മൾ എത്ര കൊല്ലം ഇവിടെ ജീവിക്കും? ഇതിൽ തന്നെ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മളെ വീട്ടിൽ കിടക്കും? എത്ര മണിക്കൂർ നമ്മുടെ വീട്ടിൽ കിടക്കും ഒരു ദിവസം? ഇനി 6-8 മണിക്കൂർ കൂട്ടിക്കോ, ബാക്കി മണിക്കൂറൊക്കെ നമ്മൾ പുറത്തല്ലേ. എത്രയോ ദിവസങ്ങൾ പല സ്ഥലത്തേക്കും നമ്മൾ യാത്ര പോകുന്നു, പല ആവശ്യാർത്ഥം പലയിടത്തേക്കും പോകുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ വളരെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകളാണ് ഒരു ആയുസ്സിൽ നമ്മൾ കിടന്നുറങ്ങണത് അല്ലേ? നമ്മൾ കിടക്കേണ്ട വീട് ഏതാണെന്നറിയോ? കാലങ്ങളോളം രാവും പകലും വ്യത്യാസമില്ലാതെ കിടക്കേണ്ട വീട്, അതാണ് ഖബർ. ആ വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആ വീടിന്റെ അവസ്ഥ എന്താ? മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലൊരു ഭിത്തിയാണതിനുള്ളത്, മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഇതാണ് നമുക്ക് കിടക്കാനുള്ള വീടിന്റെ സൗകര്യം എന്ന് പറയുന്നത്. നമ്മളെ ഉമ്മയും ബാപ്പയൊക്കെ ഇപ്പൊ അവിടെ കിടക്കാണ്. കുറെ കാലമായി ഓരോ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി അടുത്തത് നമ്മൾ പോയാൽ അവിടെ കിടക്കണം. കുറെ കാലം നമ്മൾ അവിടെ കിടക്കണം. ജീവിതത്തിൽ നന്മ ചെയ്തവനാണെങ്കിൽ അതിന്റെ സുഖം നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ നന്മ ചെയ്യാത്തവനാണെങ്കിൽ ആ ഇടങ്ങേറ് മുഴുവൻ നമ്മൾ അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മുടെ പരലോക യാത്ര, ആ യാത്രയിൽ നമുക്ക് ഇറങ്ങാനുള്ള ഒന്നാമത്തെ ഇടത്താവളം അതാ ഖബർ എന്ന് പറഞ്ഞാൽ അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ. നമ്മുടെ പരലോക യാത്രയിലെ ഒന്നാമത്തെ ഇടത്താവളം. നമ്മൾ അവിടെ ഇറങ്ങുക, അവിടെ രക്ഷപ്പെട്ടാൽ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടന്നെയാണ്. അവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പരാജയം മാത്രം. എന്തൊരവസ്ഥയാണ്! നമ്മൾ എത്ര കാലം കിടക്കണം? ആരെങ്കിലും കൂട്ടിന് വരോ? ആരെങ്കിലും വരോ? ഞാൻ വാരിക്കൊടുക്കാതെ എൻ്റെ മോൻ തിന്നൂല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഉമ്മ മോൻ മരിച്ചാലും മോന് പോയിട്ട് കൂട്ടിയിരിക്കോ? വീട്ടിലേക്ക് വരാൻ വൈകിയാൽ എത്ര കുരുത്തം കെട്ട മക്കളാണെങ്കിലും മാതാപിതാക്കൾ ഇങ്ങനെ കാത്തിരിക്കും. ആ ഉമ്മയും വാപ്പയും പോയിരിക്കോ ഖബറിൽ കൂട്ടിന്? ഏതെങ്കിലും ഭർത്താവോ ഭാര്യയോ നിങ്ങളെ ഖബറിൽ നിങ്ങൾക്ക് വന്ന് കൂട്ടിരിക്കോ? നിങ്ങൾ ഒറ്റക്ക് അവിടെ കിടക്കണ്ടേ? എത്ര കാലം അവിടെ കിടക്കണം? നമ്മൾ ചെയ്തത് മുഴുവൻ നമ്മൾ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരും. ഈ ദുനിയാവിൽ കാണിച്ചു കൂട്ടിയതിനെല്ലാം ഒരു പരിധി വരെ നമ്മുടെ ഖബറിൽ കടന്ന് നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സ്വഹാബത്ത് അവർ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പേടി അതിനേക്കാൾ കൂടുതൽ ഭയമായിരുന്നു ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ പ്രവാചകന്റെ സദസ്സിൽ കരയാത്തവരായി ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ സദസ്സ് ഒരു കൂട്ടക്കരച്ചിലിന്റെ സദസ്സായി മാറിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ഇന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എടാ എനിക്ക് കിടക്കാനുള്ള വീടാണത്, ഞാൻ എത്ര കാലം കിടക്കണം, എത്ര ശക്തിയായി മഴ പെയ്യുന്നു, ആ മഴവെള്ളം എല്ലാം അതിലേക്കല്ലേ ഒലിച്ചിറങ്ങുന്നത്. നമ്മുടെ വാപ്പ ഉമ്മ അവിടെ കിടക്കണില്ലേ, കൊല്ലം കുറയായില്ലേ, ഇന്ന് വരെ ഖബർ കണ്ടപ്പോ നമുക്കൊരു പേടി ഉണ്ടായിട്ടുണ്ടോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. എത്ര കാലം നമ്മൾ കിടക്കണം എന്നറിയോ? ദുനിയാവില് എത്ര സൗകര്യം ഉണ്ടാക്കിയാലും നമുക്ക് പിന്നെ സൗകര്യം പോരാ. നമ്മൾ വീണ്ടും വീട് പൊളിച്ചു പണിയാണ്, പിന്നെ നമ്മൾ അതിന്റെ വലുപ്പം കൂട്ടുകയാണ്, പിന്നെ അതിന്റെ സൗകര്യം കൂട്ടുകയാണ്, പിന്നെയും അതിന്റെ മോടി പിടിപ്പിക്കുകയാണ്, ലക്ഷങ്ങൾ നമ്മളിങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മതിയാവള്ള, തൃപ്തിയാവള്ള. എന്നാൽ എനിക്ക് കിടക്കാൻ അവിടെ ഒരു വീടുണ്ട്, ആ വീടിന്റെ അവസ്ഥ ഇതാണ് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഖബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണ്ടേ? അവിടെ കൊണ്ട് തീരോ? അവിടെ കൊണ്ടും തീരൂല. വനുഫിഖ ഫിസ്സൂരി ഫസ്വഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. രണ്ടാമത്തെ ഊത്തുണ്ടാവുമല്ലോ. ഒന്നാമത്തെ ഊത്തില് ലോകാവസാനം സംഭവിച്ച് രണ്ടാമത്തെ ഊത്തില് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എല്ലാരും ഇങ്ങനെ എഴുന്നേറ്റ് വരെയാണ്. മനസ്സിലായില്ലേ? എല്ലാരും ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ. ഫതഅതൂന അഫ്വാജ, കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് വരും എന്നാ ഖുർആൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കുക, കൂട്ടം കൂട്ടമായി വരുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഖബർസ്ഥാൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഖബർസ്ഥാനിൽ 100 കണക്കിന് ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എഴുന്നേറ്റ് വരുമ്പോ അതൊരു കൂട്ടമായി. അപ്പുറത്തൊരു സെമിത്തേരി ഉണ്ട്, അവിടെ ഒരുപാട് ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് വരുമ്പോൾ അതൊരു കൂട്ടമായി. ഇങ്ങനെ കൂട്ടം കൂട്ടമായി എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്, മുർസലീങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണല്ലോ, രണ്ടാമതൊരു ജീവിതം ഉണ്ടല്ലോ, ആരാ ഞങ്ങളുടെ ഖബറിൽ നിന്ന് വിളിച്ചെണീൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല നിലക്ക് മനുഷ്യന്മാര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒരുമിച്ച് കൂട്ടണം. എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടണം. ഒരാളും വിട്ടുപോകുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി സകല മനുഷ്യരും ഒന്നിച്ചാ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ചെയ്യുന്നത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ നിങ്ങൾ മാറിക്കും. കുറ്റവാളികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തും. ഓരോരുത്തരെയും പിടിച്ചു നിർത്തി വിചാരണ ചെയ്യാൻ. കാന മിഖ്ദാറുഹു 50,000 സന. ഇവിടെ നിങ്ങൾ എണ്ണി വരുന്ന 50,000 വർഷം. അതാണ് പരലോക വിചാരണയുടെ കോടതിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കീറിമുറിച്ച് നിങ്ങളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കാൻ. ആദ്യം നിങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കർമ്മപരമായ മേഖലകളാണ്. ആ വിചാരണ പല പാർട്ടുകളിലായിട്ടാണ് നടക്കുക. കിതാബ് നൽകിയിട്ടുള്ള വിചാരണ, നന്മ തിന്മകൾ മീസാനിൽ വെച്ച് നോക്കിയിട്ടുള്ള വിചാരണ, പല നിലക്കുമുള്ള വിചാരണ. വിചാരണ പല പാർട്ടുകളിലായിട്ടാണ് നടക്കുക. ഖുർആൻ പറഞ്ഞില്ലേ, ഫഅമ്മാ മൻ സഖുലത് മവാസിനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസിനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹമിയ. നന്മയുടെ മീസാൻ കനം തൂങ്ങിയാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. നന്മ കുറഞ്ഞു പോയാലോ അവന്റെ സങ്കേതം ഹാവിയത്താണ്. എന്താണ് ഹാവിയ എന്ന് നിനക്കറിയുമോ? അത് ചൂടേറിയ നരകാഗ്നിയാണ് എന്ന് ഖുർആൻ പറയാം. ആ നന്മയുടെ മീസാനിൽ കനം തൂങ്ങാൻ നിങ്ങളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര സുബ്ഹാനല്ലാഹ് അല്ലേ? നന്മയുടെ മീസാനിൽ കനം തൂങ്ങാൻ നിങ്ങളെ സഹായിക്കും. അൽഹംദുലില്ലാഹ്. തംലആനി ഫിൽ മീസാൻ. അത് രണ്ടും മീസാൻ നിറക്കുന്ന പ്രവാചകൻ പറഞ്ഞത് അല്ലേ? മീസാൻ നിറക്കും. എത്ര ആളുകൾ അള്ളാഹ്ക്ക് തസ്ബീഹും തഹ്മീദും ഡെയിലി രാവിലെ എത്ര പ്രാവശ്യം പറയണമെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100 വട്ടം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൈകുന്നേരം 100 വട്ടം. ഡെയിലി രാവിലെ 100, വൈകുന്നേരം 100. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് ചൊല്ലിയാൽ നിങ്ങളെ നന്മയുടെ മീസാൻ നിറയാൻ നിങ്ങളെ സഹായിക്കും. ഇത് ചെല്ലാൻ 2 മിനിറ്റ് മതി.
മനസ്സിലായില്ലേ? ഇത് രാവിലെ 100 പ്രാവശ്യം ചെല്ലണമെങ്കിൽ 2 മിനിറ്റ് മതി. 2 മിനിറ്റ്. അതിന് പോലും നമുക്ക് നേരില്ല. നമ്മൾ എത്ര മണിക്കൂറുകളാണ് വാട്സാപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ? വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പ സെറ്റിമേല്, ഉമ്മ അടുക്കളയില്, മോള് റൂമില്, മോൻ ടെറസിന്റെ മുകളില്, ഒരാള് ഫേസ്ബുക്കില്, ഒരാള് ഇൻസ്റ്റാഗ്രാമില്, ഒരാള് വാട്സാപ്പില്. എത്ര മണിക്കൂറാണ് നമ്മൾ ചെലവഴിക്കണത്? ഒന്ന് പുറത്തേക്ക് ഫോൺ എടുക്കാൻ പറഞ്ഞത്, അല്ലോ ഞാൻ ഫോൺ എടുത്തില്ല, ഇന്ന് ഞാൻ ഖുർആൻ ഓതിയില്ല, ആർക്കെങ്കിലും വല്ല ബേജാറുണ്ടോ? ഇന്ന് ഞാൻ ദിക്റല്ലില്ല, ആർക്കെങ്കിലും വല്ല ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ല. പരലോകത്ത് പോയിട്ട് 100-ന് പകരം നമ്മളൊരു 1 കോടി ദിക്റല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള രണ്ടാമതൊരു അവസരം നമുക്ക് തരൂല. നിങ്ങളുടെ നന്മയുടെ മീസാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിങ്ങനെ തൂക്കി നോക്കുമ്പോ ഒരു 10 സുബ്ഹാനല്ലാഹന്റെ കുറവായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. 10 കോടി ചെല്ലാന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. ഇവിടുന്ന് ചെല്ലണം, ഇവിടുന്ന് ചൊല്ലിക്കൂട്ടണം. കിട്ടുന്ന സമയത്ത് വീട്ടിലാകുമ്പോ, ഷോപ്പിലാകുമ്പോ, വാഹനത്തിലാകുമ്പോ, വെറുതെ ഇരിക്കുമ്പോ എപ്പോഴും നമുക്ക് ചെല്ലാലോ. വെറുതെ ഇരുന്ന് പറയാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. രാവിലെ 100, വൈകുന്നേരം 100 ഇങ്ങനെ ചെല്ലണം. ഇതിന്റെ ഗുണം നമുക്ക് നാളെ പരലോകത്തെല്ലുമ്പോഴേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ വിചാരണയുടെ മറ്റൊരു പാർട്ടാണ് എന്ത്? കിതാബ് നൽകിയിട്ടുള്ള വിചാരണ. ആ കിതാബ് തന്നെ ഭയങ്കര സംഭവമാണ്. ഖുർആൻ പറഞ്ഞറിയോ? വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ വല്ലാത്തൊരു കിതാബാണ്. കാണുമ്പോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ പേടിച്ച് ഭയവിഹുലരായി ഇടങ്ങേറായി. ഇത് എന്തൊരു കിതാബാണ് റബ്ബേ, ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച ആരും അറിഞ്ഞില്ല എന്നാ, ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് എത്ര രഹസ്യമായി ഇരുട്ടിന്റെ മറവിലാണെങ്കിലും വീട്ടിൽ ആരുമില്ലാത്തപ്പോഴാണെങ്കിലും നാട് വിട്ടുപോയി ഈ അന്യനാട്ടിൽ എന്നെ പരിചയമുള്ള ഒരാളുമില്ല, ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും ആരും അറിയില്ല എന്ന് വിചാരിച്ചപ്പോ നീ ചെയ്തു കൂട്ടിയതൊക്കെ ആ കിതാബിലുണ്ട്. അതുകൊണ്ട് തന്നിട്ട് ഇഖ്റ കിതാബ് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, വായിക്കട നിന്റെ കിതാബ്. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ വേറൊന്നും വേണ്ട, ഈ കിതാബ് തന്നെ എമ്പാടും മതിയായതാണ് എന്ന് പറഞ്ഞ ആ കിതാബ് അങ്ങോട്ട് കൊടുക്കണ രംഗം. ആ സമയത്ത് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി فيقول هاؤم اقرءوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. ഇത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവന്റെ അവസ്ഥയാണ്. സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടയാണ്. അപ്പൊ വേറൊരു ടീം എന്താണെന്നറിയോ? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, അവന്റെ ഗ്രന്ഥം കൊടുക്കുമ്പോ അവനത് വാങ്ങാൻ വിസമ്മതിച്ചിട്ട് കൈ ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവന്റെ പിന്നിലൂടെ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും. അപ്പോ ഈ കിതാബ് കിട്ടിയാൽ അവൻ വിളിച്ചു പറയണ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, ഈ കിതാബ് എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബിയ, ഈ ഹിസാബ്, ഈ വിചാരണ എനിക്ക് നേരിടേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. അവിടെ നിന്നിട്ട് കരയും, അവിടെ നിന്നും ചോദിക്കും, അവിടെ നിന്നും ചോദിക്കും, പടച്ചോനെ ഒരു ചാൻസ്. വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. പരലോകത്ത് വരുമ്പോ കുറ്റവാളികളുടെ രംഗം തലയും താത്തി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് പടച്ചോനോട് പറയണം, അല്ലാഹുവേ അനക്കെല്ലാം മനസ്സിലായി റബ്ബേ, ദുനിയാവിൽ വെച്ച് അനക്ക് കത്തിയില്ല, ആര് പറഞ്ഞപ്പോൾ അനക്ക് തലയിൽ കയറിയില്ല. കുറെ കാലം ഖബറിലൊക്കെ കിടന്ന് എഴുന്നേറ്റ് വന്നപ്പോ അവര് പറയണ, പടച്ചവനെ കണ്ടു കേട്ടു എല്ലാം ഞങ്ങൾക്ക് ബോധ്യമായി റബ്ബേ, ഞങ്ങളെ ഒന്ന് മടക്കി തരണേ അല്ലാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അല്ലാ, ഇത് വെറും വാക്കല്ല റബ്ബേ, ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങളിപ്പോൾ ദൃഢവിശ്വാസികളാണ് റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് കുറച്ച് സമയം തരാൻ ഇല്ല. കഴിഞ്ഞു, വിചാരണയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. നിങ്ങൾ സൂക്ഷിക്കണം.
നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം പരിപൂർണമായി നിങ്ങൾക്ക് നിറവേറ്റി തരപ്പെടുന്ന ദിവസമാണത്. ഒരാളോട് അന്ന് അള്ളാഹ് നീതി കാണിക്കൂല. വിചാരണയൊക്കെ കഴിഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് അവശരായി നിൽക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ കൊടുക്കുന്നത്. ഹൗദുൽ കൗസറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് എന്ന് പറഞ്ഞാൽ ആ ഹൗദിന്റെ പോരിഷൻ എന്താ? ഹൗദി മസീറത്തു ഷഹ്റിൻ വസവായാഹു സവാഉൻ മാഉഹു അബിയദു മിനൽ ലബനി വരീഹുഹു അത്യബു മിനൽ മിസ്കി കീസാനുഹു കനുജൂമിസ് സമാ മൻ ശരിബ മിൻഹാ ഫലാ യൽമഉ അബദാ. ഹൗദി എന്റെ ഹൗദ് മസീറത്തു ഷഹ്റിൻ, ഒരു മാസത്തെ വഴി ദൂരമാണ് അതിനുള്ളത്. ആ ഹൗദ് ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ ഒരു മാസം പിടിക്കും. അത്ര വലുതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ. വസവായാഹു സവാഉൻ, അതിന്റെ 4 മൂലകളും സമമാണ്, അഥവാ അത് സമചതുരാകൃതിയിലുള്ളതാണ്. മാഉഹു അബിയദു മിനൽ ലബനി, അതിലെ പാനീയം പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്കി, അതിന്റെ പരിമളം, അതിന്റെ വാസന കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ്. കീസാനുഹു കനുജൂമിസ് സമാ, അതിൽ വെള്ളം മുക്കി കുടിക്കാനായി തയ്യാർ ചെയ്ത് വച്ചിരിക്കുന്ന കോപ്പകൾ ആകാശലോകത്ത് നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങൾ കണക്കെ അത്രമാത്രം എണ്ണമുണ്ടായിരിക്കുന്നതാണ്. മൻശരിബ മിൻഹാ, ആരെങ്കിലും അതിൽ നിന്ന് പാനം ചെയ്താൽ ഫലാ യൽമഉ അബദാ, പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയേ ഇല്ല. ഈ ഹൗദ് കൊടുക്കുന്നത് വിചാരണയൊക്കെ കഴിയുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധമായ കൈകൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം ഇങ്ങനെ വിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോ പ്രവാചകൻ പറയുകയാണ്, ലയരിദന്ന അലയ്യ അഖ്വാമുൻ, അവിടെ അതാ ചില ആളുകൾ വരികയാണ്. അഅരിഫുഹും വയഅരിഫൂനനി, ഞാൻ അവരെ തിരിച്ചറിയുന്നു, അവർ എന്നെയും തിരിച്ചറിയുന്നു, അവർ എന്റെ അടുക്കലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാനായി എന്റെ അടുക്കലേക്ക് അവർ വരാൻ ശ്രമിക്കുമ്പോ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ മറയിടപ്പെടുകയാണ്. മലക്കുകൾ അവരെ തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്ത് ഫഅഖൂലു, റസൂലുള്ളാഹി വിളിച്ചു പറയുകയാണ്, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്. മിൻ അസ്ഹാബി, എന്റെ അനുയായികളാണ്. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. മലക്കുകളെ നിങ്ങൾ അവരെ തടയല്ലേ, എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂ, ഞാൻ അവർക്ക് ഇതിൽ നിന്ന് വെള്ളം കോരി കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഫയുഖാലു, പ്രവാചകനോട് പറയപ്പെടുകയാണ്, നബിയെ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, പ്രവാചകരെ താങ്കൾക്കറിയില്ല, അങ്ങയുടെ കാലശേഷം അങ്ങ് പഠിപ്പിച്ച ദീനിൽ മാറ്റം വരുത്തിയവരാണ്. ആ സമയത്ത് ഫാഖൂലു, പ്രവാചകൻ വിളിച്ചു പറയാം, സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി, അവർക്ക് നാശം, അവർക്ക് നാശം, ഞാൻ പഠിപ്പിച്ച ദീനിൽ മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ. ആട്ടിപ്പായിക്കുന്ന ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടൂല. ആർക്കാന്നറിയോ? ആർക്കാ? ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക്. ഒന്നുകൂടി പച്ചക്ക് പറഞ്ഞാൽ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന പേക്കൂത്ത് കൊണ്ടാടിയ ഒരു മനുഷ്യനും ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടൂല. കാരണം പ്രവാചകൻ പഠിപ്പിക്കാത്തത് ദീനായി കൊണ്ടുവന്ന ഒരാൾക്കും ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടൂല. റബീഉൽ അവ്വൽ തീരെയാണ്, ഇതാ റബീഉൽ ആഖിർ തുടങ്ങാൻ പോവാ. റബീഉൽ ആഖിർ 12 ജീലാനി ദിനം. ഇനി മുഹ്ദി ശൈഖിന്റെ പേരിലായിരിക്കും ആണ്ട്. എവിടെ നോക്കിയാലും ഇനി കുത്തുബിയത്തായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നവനൊന്നും ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടൂല. ഖുർആനും സുന്നത്ത് അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായി ചെയ്യുന്നവനൊന്നും ബിദ്അത്തിന്റെ കക്ഷികൾക്കൊന്നും തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ചെയ്യുന്ന ആരൊക്കെണ്ടോ, ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരി, ഹൗദുൽ കൗസറിന്റെ വെള്ളം കിട്ടൂല. ഇതൊക്കെ കഴിഞ്ഞ് വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വേർതിരിക്കുമ്പോ സ്വർഗത്തിന്റെ മീതെ നരകത്തിന്റെ മീതെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സിറാത്ത് സ്ഥാപിക്കുക. ഇത് കടന്നിട്ട് വേണം ഒരാൾക്ക് എവിടെ എത്താന്നറിയോ? സ്വർഗത്തിലെത്താൻ. അഥവാ ഒരാൾക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിലെത്തണമെങ്കിൽ ഖുർആന്റെ പ്രയോഗം തന്നെ നോക്കി ഞങ്ങൾ, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം ആര് നേടിയെടുത്തോ അവൻ വിജയിച്ചു എന്നാ. അപ്പൊ സ്വർഗത്തിലെത്തണമെങ്കിൽ എന്താവണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായോ? സ്വർഗത്തിലെത്തണമെങ്കിൽ നരകത്തിൽ നിന്ന് കഴിച്ചിലാകണം. നരകത്തിന് മീതെയാണ് അല്ലാഹു സിറാത്ത് സ്ഥാപിക്കുക. ഈ സിറാത്ത് കടന്നാലേ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരാൾക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ നരകത്തെ ക്രോസ് ചെയ്യണം, നരകത്തെ മുറിച്ച് കടക്കണം. അതിന്റെ മേലെയാണ് സിറാത്ത്. നമ്മൾ കേട്ടിട്ടില്ലേ, മുടിനാരിനേക്കാൾ ലോലമാൻ എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം.
മുടിനാരിനേക്കാളൊക്കെ ലോലമായ ആ സിറാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന് മീതെയായി സ്ഥാപിക്കുമ്പോ ആ സിറാത്തിന്റെ ഭയാനകത എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അങ്ങേയറ്റം അപകടം പിടിച്ച സിറാത്താണ്. പിടിച്ചാല് പിടുത്തം കിട്ടാത്ത, ചവിട്ടിയാല് ചവിട്ടുറക്കാത്ത, വഴുവഴുപ്പുള്ള, തെന്നിക്കളിക്കുന്ന, വഴുതിപ്പോകുന്ന ഒരു സിറാത്താണ്. അതിന്റെ ഇരുഭാഗത്തും ചങ്ങലകളും ചവണകളും ദണ്ടുകളും ഇരുമ്പിന്റെ കൊളുച്ചുകളും എല്ലാം തയ്യാർ ചെയ്തു വച്ചിരിക്കുകയാണ്. നിഷേധികളായ ആളുകൾ ആ സിറാത്തിൽ കയറുമ്പോ അതിന്റെ ഇരുഭാഗത്തുമുള്ള ചങ്ങലകൾ അവരെ വരിഞ്ഞു മുറുക്കി പല പീസുകളാക്കി അതിന്റെ താഴെയായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന, ഗർജിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയാണ്. ഈ സിറാത്ത് കടക്കണം. പ്രവാചകൻ പറയാ, ഉറുമ്പിന്റെ വേഗതയിൽ ആ സിറാത്തിലൂടെ പോകുന്നവരുണ്ട്, ഒട്ടകത്തിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, കുതിരയെപ്പോലെ അത് ശീക്രം പായുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, മിന്നൽ പിണറിന്റെ വേഗത്തിൽ ആ സിറാത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ സിറാത്തിൽ കയറുമ്പോ ഒരാള് പോലും വാതുറക്കില്ല, ഒരാള് പോലും സംസാരിക്കില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഒഴികെ. ആ പ്രവാചകന്മാര് പോലും സംസാരിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാ നീ കാക്കണേ, അല്ലാ നീ രക്ഷിക്കണേ, അല്ലാ നീ കാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകന്മാര് പോലും ആ സിറാത്ത് കടക്കുന്നതെന്നാ. ആ സിറാത്ത് കടന്നിട്ട് വേണം ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ. ആദ്യമായ സിറാത്ത് കടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുനാഫിക്കീങ്ങളായ ആളുകള് ആ സിറാത്തിൽ കയറുമ്പോ ഭയങ്കര പ്രകാശമായിരിക്കും. സന്തോഷത്തോടെ കാലെടുത്ത് നോക്കുമ്പോ പ്രകാശമെല്ലാം അണഞ്ഞു പോകും. കൂരിട്ട് അങ്ങേയറ്റം അന്ധകാരമാണ് ആ സിറാത്തില്. തപ്പിത്തടഞ്ഞ് നേരെ നരകത്തിലേക്ക്. വിശ്വാസികൾ ആ സിറാത്തിൽ കയറുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വാസികളുടെ മുന്നിലും പിന്നിലും വലതു ഭാഗത്തുമൊക്കെയായി പ്രകാശം. ആ പ്രകാശത്തെ ഫോളോ ചെയ്തിട്ട് വേണം, അഥവാ നരകത്തിന്റെ മീതെയുള്ള സിറാത്ത് കടക്കണം. നരകത്തെ മുറിച്ച് കടക്കണം. എവിടെത്തണമെങ്കിൽ? സ്വർഗത്തിലെത്തണമെങ്കിൽ. അപ്പൊ സ്വർഗത്തിലെത്തണമെങ്കിൽ നരകത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടണം. ഈ സിറാത്ത് ഒന്ന് കടന്നു കിട്ടണം. അതിന്റെ താഴെയാണ് എന്തുള്ളത്? കത്തിജ്വലിക്കുന്ന നരകമാണ്. നരകത്തിലെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഫ്ളാറ്റുകൾ, അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ. നരകത്തിലെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ വൻ കെട്ടിടങ്ങൾ പോലെയാണ്. അവിടുത്തെ ഒരു തീപ്പൊരി എന്ന് പറഞ്ഞാൽ വൻ കെട്ടിടങ്ങൾ പോലെ. ആ നരകത്തിലെങ്ങാനും പെട്ടുപോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ പോലും ഒരു മനുഷ്യൻ പോകൂല. നരകത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ പേടിച്ചിട്ട് പോകാണ്ടിരിക്കുമ്പോ യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, തള്ളിക്കൊണ്ടു പോകുന്നവർ അവരെ തള്ളിക്കൊണ്ടു പോകുന്ന ദിവസം എന്നാ ഖുർആൻ പറഞ്ഞത്. അഥവാ മലക്കുകള് പിടിച്ച് വലിച്ച് അവരെങ്ങനെ കൊണ്ടുപോയി ആ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്ത് കൊണ്ടുപോയി അവരെ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ തള്ളിയിടുകയാണ്. അയ്യോ എന്റെ നാശമേ എന്ന് പറഞ്ഞ് ആ നരകത്തിൽ കിടന്നവർ നിലവിളിക്കുകയാണ്. അവരുടെ ശരീരത്തിലെ ശരീരത്തിന്റെ തൊലികളെല്ലാം വെന്തുരുകി തീരുമ്പോ ആ ശിക്ഷ നന്നായി ആസ്വദിപ്പിക്കാൻ വീണ്ടും വീണ്ടും പുതിയ തൊലികൾ അതിന് ബദലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്മാരെ ഇങ്ങനെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ കൂട്ടം കൂട്ടമായി കൊണ്ടുപോയി ഇങ്ങനെ നരകത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയല്ല. അംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്നുകളെ മനുഷ്യരെയും കൊണ്ട് നരകം നിറക്കുന്ന അല്ലാഹ് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞത് വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അതിലെ ഇന്ധനം കല്ലുകളും മനുഷ്യരുമാണെന്ന. മനുഷ്യന്മാർ ഇങ്ങനെ നരകത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല വന്നിട്ട് നരകത്തോട് ഒരു ചോദ്യം ചോദിക്കും. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി. നരകമേ നിനക്ക് മതിയോ? നിന്റെ വയറ് നിറഞ്ഞോ? നിനക്ക് മതിയായോ? നരകം വിളിച്ചു പറയും വതഖൂലു ഹൽ മിൻ മസീദ്. എനിക്ക് മതിയായിട്ടില്ല, ഇനിയും കുറെ ആളുകളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി എനിക്കുണ്ട്, അതിനുള്ള സ്ഥലമുണ്ട് ഇവിടെ, ഇനിയും പോരട്ടെ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വന്ന നരകത്തിലെ മനുഷ്യന്മാരെ തന്റെ കാലുകൊണ്ട് ചവിട്ടിയമർത്തുമ്പോൾ നരകം മതി മതി എന്ന് വിളിച്ചു പറയുമ്പോൾ ഖുർആൻ പറയാ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദി മുമദ്ദദ. നരകത്തിനെ മൂടിയിട്ട് കളയുന്ന, നാട്ടപ്പെട്ട തൂണുകളിൽ അത് ബന്ധിക്കുകയും ചെയ്യും. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും?
ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ഒരു ജീവിതമില്ല, അവിടെ ഒരു മരണമില്ല. അവിടെ കിടന്ന് വാവിട്ട് കരയാണ്. വഹും, അവരാകട്ടെ യസ്തരിഖൂന ഫീഹാ, അവിടെ കിടന്ന് അവർ അലമുറ കൂട്ടുകയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്താക്കി താ അല്ലാഹ്, നഅമൽ സ്വാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ പ്രവർത്തിക്കാതിരുന്ന, ഇതുവരെ വിട്ടുകളഞ്ഞ എല്ലാം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണല്ല, ഒന്ന് പുറത്താക്കി താല്ല. അവർക്കറിയാ പുറത്താക്കൂലെന്ന്. പിന്നെ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ അവര് വാവിട്ട് കരയാണ്. സഹിക്കാൻ കഴിയോ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും നരകവാസിയായ ഒരു മനുഷ്യന്റെ കാലിൽ തീ കൊണ്ടുള്ള 2 ചെരുപ്പണിയിപ്പിക്കുക. ആ തീ കൊണ്ടുള്ള ചെരുപ്പ് അവന്റെ കാലിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവന്റെ തലച്ചോറ് അടുപ്പത്ത് തിളച്ചു മറയുന്ന ആ പാത്രത്തിന് മുകളിലിരിക്കുന്ന മൂടി കടന്ന് ചാടുന്നത് പോലെ അവന്റെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറയുമ്പോൾ ആ നരകവാസിയായ മനുഷ്യൻ വിചാരിക്കുന്നു, ഇവിടത്തെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാണെന്ന്. പക്ഷേ അവൻ അറിയുന്നില്ല, അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എങ്കിൽ നരകത്തിലെ വലിയ ശിക്ഷകളുടെ അവസ്ഥ എന്തായിരിക്കും, അതിന്റെ ഭയാനകത എത്രയായിരിക്കും. സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ അവൻ കിടന്ന് കരയാണ്, പടച്ചോനെ ഞങ്ങളൊന്ന് പുറത്താക്കി താന്ന്. ആ നരകത്തിന് ഖുർആൻ പറഞ്ഞത് അലൈഹ 19 കാവൽക്കാരുണ്ടെന്നാ. 19 കാവൽക്കാരായ മലക്കുകളുണ്ട്. ഈ മലക്കുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞറിയോ? ഗിലാദുൻ ഷിദാദ് എന്ന കഠിന ഹൃദയരാണ്, പരീക്ഷ സ്വഭാവികളാ. എത്ര കൊല്ലം നമ്മൾ നരകത്തിൽ കിടന്ന് കരഞ്ഞാലും മലക്കുകൾക്ക് ഒരു അലിവുണ്ടാവൂല, ഒരു ദയ ഉണ്ടാവൂല. കുറെ കാലായാലും ഈ മനുഷ്യന്മാർ കിടക്കുന്ന കരയിന്ന് കയറ്റിവിടാ, അങ്ങനെ ഒരു അലിവ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ആ നിലക്കാണ് മലക്കുകൾ പടക്കപ്പെട്ടിട്ടുള്ളത്. അവർ കഠിന ഹൃദയരാണ്, പരീക്ഷ സ്വഭാവികളാണ്. അവിടെ കിടന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ്. നമുക്ക് സഹിക്കാൻ കഴിയോ? അതല്ലേ പ്രവാചകൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു ഫർളിലോ സുന്നത്തിലോ അവിടെ നിന്ന് സലാം വീട്ടിയിട്ടില്ല. നരകത്തിന്റെ അദാബിനിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹിനോട് തേടാതെ പ്രവാചകൻ ഒരിക്കൽ പോലും സലാം വീട്ടിയിട്ടില്ല. നമ്മളൊക്കെ നമസ്കാരത്തിൽ അത്തിയാത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ ഖബറിന്റെ അദാബിനെ തൊട്ട്, നരകത്തിന്റെ അദാബിനെ തൊട്ട് നമ്മുടെ മനസ്സിൽ ഈ ബോധം ഉണ്ടായിട്ടുണ്ടോ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമുക്ക് എവിടെത്താൻ? സ്വർഗത്തിലെത്താൻ. ആകാശഭൂമികളോളം അതിവിശാലമായ സ്വർഗം. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും രൂപകൽപ്പന ചെയ്യാൻ സാധിക്കാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വച്ച സ്വർഗം അല്ലേ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. ഇന്ന ഫിൽ ജന്നതി ലശജറ യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ ലാ യഖതഉഹാ, ആ സ്വർഗത്തിലെ ഒരു മരം, ആ മരത്തിന്റെ പ്രത്യേകത 100 കൊല്ലം ഒരാൾ ആ മരത്തിന്റെ തണലിലൂടെ വാഹനം ഓടിച്ചു പോയാൽ പോലും ആ മരത്തിന്റെ തണലിനെ മുറിച്ചു കടക്കാൻ കഴിയില്ല എന്ന ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ച സ്വർഗത്തിലെത്താന്ന് പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. നല്ല പോലെ പണിയെടുക്കണം, രാവും പകലും ഒരുപോലെയാകണം. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എന്റെ റബ്ബ് എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാനല്ല, മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിതം ശുദ്ധീകരിച്ച് പാപങ്ങൾ അവസാനിപ്പിച്ച് നന്മയിൽ അധിഷ്ഠിതമായൊരു ജീവിതം കെട്ടിപ്പടുത്താലല്ലാതെ മരണാനന്തര ജീവിതം സുഖകരമാക്കി കലാശിപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ മണിക്കൂറുകളോളം ഈ ഹാളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയവരാണ്. നിന്റെ ദീനിന്റെ പേരിലാണ്, നിന്റെ ദീൻ കേൾക്കാനാണ്. മതപരമായ വിഷയങ്ങൾ, പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. റബ്ബേ, ഞങ്ങളതെല്ലാം കേട്ടു. ഈ പ്രോഗ്രാം സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ പേരിൽ ഇന്ന് മണിക്കൂറുകളോളം ഈ ഹാളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഈ ഫാമിലി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ, ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി ശാരീരികമായി പ്രയത്നിച്ചവർ, ഇവിടെ സംസാരിച്ചവർ, കേൾക്കാൻ എത്തിച്ചേർന്നവർ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ, അതുപോലെ തന്നെ സഹോദരിമാർ, അതുപോലെ തന്നെ ചെറിയ മക്കൾ, എല്ലാവർക്കും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സനെ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, ഇനിയും നിന്റെ ദീനിനെ സ്നേഹിക്കാൻ, നിന്റെ ദീൻ പഠിക്കാൻ,
അത് ജീവിതത്തിൽ നിലനിർത്താൻ, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ, ദീനിന്റെ മാർഗത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹത്തായ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ, നിന്റെ ദീനിന്റെ പ്രചാരകരായി, പ്രബോധകരായി, പ്രവർത്തകരായി മാറാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നേതാക്കന്മാർ, ഞങ്ങൾക്ക് നിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മുൻഗാമികൾ പലരും ഇന്ന് ബർസഖിലാണ് റബ്ബേ. അവരുടെ ബർസഖ് നീ വിശാലമാക്കണം റഹ്മാനെ, പ്രകാശപൂരിതമാക്കണം റഹ്മാനെ. അവർക്ക് നീ അവരുടെ ബർസഖിൽ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. സ്വർഗത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി അനവധി സഹോദരീ സഹോദരന്മാർ, വീടുകളിലും ഹോസ്പിറ്റലിലുമായി കഴിച്ചു കൂട്ടുന്നവർ, കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള സഹോദരീ സഹോദരന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരായ ആളുകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഈ ഫാമിലി മീറ്റിൽ സംബന്ധിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, അവർക്കൊക്കെയും നീ പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. അവർ അനുഭവിക്കുന്ന ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായും ദൂരീകരിക്കണം റഹ്മാനെ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സന പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, മുസ്ലിമായതിന്റെ പേരിൽ, വിശ്വാസിയായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ വിജയം നൽകണം നാഥ, സ്ഥൈര്യം നൽകണം റഹ്മാനെ, നിർഭയത്വം നൽകണം നാഥ, അവർക്ക് സമാധാനം ചൊരിയണം റഹ്മാനെ. അല്ലാഹുവേ, അവിടെ മരിച്ചു വീഴുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, പിഞ്ചുമക്കൾ, അവർക്ക് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണം റഹ്മാനെ, ശുഹദാക്കളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ